എന്തായാലും ഗബ്രി ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിട്ടുണ്ട്. കുറച്ചൊക്കെ മെച്ചുവേർഡ് ആയിട്ടാണ് ഗബ്രി അവിടെ പെരുമാറുന്നത്. പണ്ടത്തെ പോലെയുള്ള കെട്ടിപ്പിടുത്തങ്ങളും കടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കുറച്ച് നേരത്തെ ജാസ്മിനും ഗബ്രിയും കൂടിയിട്ട് ജാസ്മിന്റെ റൂമിൽ ഇന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഗബ്രി അവിടെയൊക്കെ നോക്കുന്നുണ്ട്. ഗബ്രിയുടെ ഫോട്ടോയും മാലയും ഒക്കെ എവിടെയാണെന്ന് നമുക്ക് അറിയാം. ജാസ്മിന്റെ പാരന്റ്സ് വന്നപ്പോൾ അതെല്ലാം വാങ്ങിച്ച് ബിഗ് ബോസിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗബ്രി ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് എവിടെ എന്റെ സാധനങ്ങൾ എന്ന്. അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ നിന്റെ മാല എന്ന് പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് അറിയാം, എനിക്കെല്ലാം അറിയാം, അവർ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നിന്റെ നന്മയ്ക്കായിരിക്കും എന്ന്. അതായത് നിന്റെ പാരന്റ്സ് അങ്ങനെ മാല എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നന്മയ്ക്കായിരിക്കും. ഗബ്രി പറയുന്നുണ്ട് നിനക്ക് ഇഷ്ടമുള്ളവർ എന്ത് ചെയ്താലും അത് നിന്റെ നല്ലതിനായിരിക്കും. ജാസ്മിനും അത് ശരിവെക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഗബ്രി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, പുറത്തുള്ളവരെ നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ സാധിക്കില്ല, കാരണം നമ്മളിവിടെ ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളും വളരെ ക്രിഞ്ചായിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ. കൂടാതെ ഗബ്രി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ജാസ്മിനെ പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം, പക്ഷെ നിന്റെ മുഖത്തെ ആ ചിരി പോകരുത്. നീ ഇവിടെ വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ ചിരിച്ച് കളിച്ച് അങ്ങനെയുള്ള ഒരാളായിട്ട് തന്നെ നീ അവിടെ നിൽക്കണമെന്ന്. അങ്ങനെ ജാസ്മിൻ പുറത്തിറങ്ങിയതിനു ശേഷം നിന്നില്ല എങ്കിൽ ഗബ്രിക്ക് ജാസ്മിന്റെ ഫാൻസിൽ നിന്ന് നല്ല പോലെ ഒരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് ഗബ്രിക്ക് നന്നായിട്ട് അറിയാം. പുറത്തിറങ്ങി ജാസ്മിൻ ഇങ്ങനെ ഒരു ഡിപ്രസീവ് മോഡിൽ പോയി കഴിഞ്ഞാൽ ജാസ്മിൻ ഫാൻസ് എന്തായാലും ഗബ്രീനെയും കുറ്റം പറയും, ഗബ്രി ജാസ്മിനെ തേച്ചു എന്നൊക്കെ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഗബ്രി അങ്ങനെ എടുത്തു പറഞ്ഞത്.